ഓക്കെ, നമുക്ക് ഒരു പ്രവചനം കൂടി ഉണ്ട്. പ്രവചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം കേട്ടോ. പ്രവചനം ചെയ്യാം. പ്രവചനം ഞാനാകുന്ന പാറയിൽ പണിയപ്പെട്ട സഭ, ആ സഭയിൽ പ്രധാനപ്പെട്ട കണ്ണികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഓരോ ദൗത്യമുണ്ട്. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നിങ്ങളിലൂടെ ഞാൻ ലോകത്തെ പ്രകാശപൂരിതമാക്കും. എന്റെ വെളിപാടും എന്റെ ജ്ഞാനവും ഞാൻ നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്നു. നിങ്ങൾക്ക് ആത്മീയമായ ഉണർവ് പാലിപ്പോ ഭർത്താവ് ആത്മാവിൽ ഒരു പുതിയ ആനന്ദം കൊടുക്കും. ഇത് മനസ്സിലായി, ഈ പ്രവചനത്തിന്റെ ആ ആധികാരിക മനസ്സിലായി എന്ന് ആർക്കോ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ആമേൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിഷയം വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ചോദിക്കട്ടെ, എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന? എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന? ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റിട്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റിട്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ മറ്റൊരാൾ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ലോകം മുഴുവനും വേണ്ടി കരുണക്കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു, രാവിലെ 3 മണിക്കൊക്കെ എണീറ്റിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പം അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഇവിടെ പറയണില്ല. അപ്പോൾ നമ്മളോടൊരു ചോദ്യമാണ്, എന്താണ് ശരിക്കും വ്യക്തിപരമായ പ്രാർത്ഥന? കരുണക്കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണോ? രാവിലെ എണീറ്റിട്ട് ശ്രദ്ധിക്കണോട്ടോ, നിങ്ങൾ എത്ര മണിക്ക് എണീറ്റിട്ട്? കരുണക്കൊന്ത എത്തിക്കണ്ട എന്നല്ല കേട്ടോ അപ്പോൾ പറയണതിനർത്ഥം. എത്ര മണിക്ക് എണീറ്റിട്ടാണ് കരുണക്കൊന്ത എത്തിക്കുമെന്ന് ഒരാൾ പറഞ്ഞേ? 3 മണി 4 മണി സമയം. അതേപോലെ തന്നെ 4 മണിക്ക് വെളുപ്പിനെ എണീറ്റിട്ട് ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന, അല്ലെ പേഴ്സണൽ പ്രെയർ എന്താണ് നമ്മൾ ഒറ്റ വാക്കിലൂടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താണ് നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണേ? അതായത് ഞാൻ മനസ്സിലാക്കിയിരിക്കണേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. അതാണ് ഉടമ്പടി ബന്ധം. മനസ്സിലാവുണ്ടോ? ഉടമ്പടി ബന്ധം, പുതിയ ഉടമ്പടിയിലെ ബന്ധമാണത്. അതായത് ദൈവവും ഞാനും തമ്മിലുള്ള എന്താണ് ബന്ധം. ഇപ്പോൾ കൊച്ചുറേസ്യ പുണ്യവതി പറയും, സ്വർഗത്തിലേക്കൊരു എത്തിനോട്ടമാണ്, ലളിതമായ നോട്ടമാണ് പ്രാർത്ഥന എന്നൊക്കെ CCCയിൽ അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാണ്, ഞാനല്ല, സഭ പറയാണ്, എന്താണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന? എന്താണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന? എന്താണ് ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള ബന്ധത്തെയാണ് എന്ത് പറയണേ വ്യക്തിപരമായ പ്രാർത്ഥന. എന്നിട്ട് ആ വ്യക്തിപരമായ ബന്ധത്തിൽ വന്നതിന് ശേഷം, ആ അനുഭവത്തിലായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം?
എന്ത് ചെയ്യാം? അപ്പം രാവിലെ എണീറ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അതോ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണോ? എന്താ വേണ്ടത്? മധ്യസ്ഥ പ്രാർത്ഥനയാണോ ആദ്യം ചെയ്യേണ്ടത്? വേണോ? എങ്ങനെയാ? മനസ്സിലാവുണ്ടോ? അപ്പം ഇതാ ഒരു ധാരണയാണ് നമ്മൾ എപ്പോഴും വിചാരിക്കണത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം ഓക്കെയാണ്. ഓക്കെ, നടക്കും, ഓക്കെ, അതൊക്കെ നല്ല കാര്യം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇല്ലേ ഈ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു ബാത്റൂമിൽ അല്ലെങ്കിൽ ഒരു ടാപ്പ് തുറന്നു. ആ ടാപ്പ് തുറന്നിട്ട് വെള്ളം വരണമെങ്കിൽ എന്തുണ്ടാവണം? എന്ത് വേണം? ഇവിടെ ഒരു ടാപ്പിൽ നമ്മൾ തുറന്നു, വാഷ് ബേസിൻ്റെ ടാപ്പ് തുറന്നു, വെള്ളം വരുന്നില്ല. അപ്പം എന്താണ് സംഭവം? അല്ലേ? എന്നാൽ മെയിൻ പൈപ്പിൽ വെള്ളമുണ്ട്, മെയിൻ കണക്ഷനിൽ വെള്ളമുണ്ട്. അപ്പം എന്താ നമ്മുടെ പ്രശ്നം? എന്താ അല്ലേ? നമ്മളുടെ മെയിൻ ടാങ്കിൽ എന്തുണ്ടാവില്ല? നമുക്കൊരു മെയിൻ ടാങ്ക് ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ ഇതിലോട്ടൊക്കെയുള്ള അല്ലേ നമ്മുടെ ടാപ്പിലേക്ക് വെള്ളം വരുന്നത്. എവിടെ നിന്നാണ്? ഈ മെയിൻ ടാങ്കിൽ നിന്നല്ലേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ മെയിൻ ടാങ്കിൽ വെള്ളമില്ലെങ്കിലോ? മനസ്സിലാവുണ്ടോ? അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനൊരു ഉദാഹരണം ആയിട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരാളോട് 10,000 രൂപ കടം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ 1,00,000 രൂപ കടം ചോദിക്കുകയാണ്. അപ്പോൾ ആൾ എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ കടം ചോദിക്കുന്ന സമയത്ത് ആൾ പറയാണ്, കണ്ണാ എനിക്ക് ഈ കണ്ണന് പൈസ തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? കണ്ണന് പൈസ ഞാൻ തരണമെന്നൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷവുമാണ് കണ്ണന് പൈസ തരണതിൽ. പക്ഷെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താ പ്രശ്നം? എൻ്റെ കയ്യിൽ ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പം എൻ്റെ കയ്യിലില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കണേ? എൻ്റെ കയ്യിലില്ലാത്തൊരു കാര്യം, എനിക്കൊരു കാര്യമില്ല എന്നിരിക്കെ ഞാൻ മറ്റൊരാൾക്ക് അത് എങ്ങനെ കൊടുക്കുക? മനസ്സിലാവുണ്ടോ? എൻ്റെ കയ്യിൽ എന്തില്ല? എൻ്റെ ആത്മാവിൽ എന്താ പറയണേ, പവറില്ല. ആ പവർ അങ്ങനെ ഇല്ലാതിരിക്കെ മനസ്സിലാവുണ്ടോ നമ്മൾ മറ്റൊരാൾക്ക് എങ്ങനെയാണ് അത് ലോകം മുഴുവനും വേണ്ടി നമ്മൾ പവർ കൊടുക്കണം? എങ്ങനെയാണ്? അപ്പോൾ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റിട്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണോ അതോ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ആദ്യം എന്നിൽ വസിക്കണ പരിശുദ്ധ ത്രിത്വവുമായിട്ട് ഞാൻ ലയിക്കാതെ, മനസ്സിലാവുണ്ടോ, ആ ഉടമ്പടി ബന്ധത്തിൽ വരാതെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കരിസ്മാറ്റിക് സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ പറയും. അല്ലേ? ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ്, ആ കഥ മുഴുവൻ പറയണില്ല, അതിൻ്റെ ഒറ്റ വാക്കിലൂടെ ഞാനത് പറയാം. ഒരു പ്രാർത്ഥനാക്കാരനെ വിളിച്ചപ്പോൾ അയാൾ വന്നില്ല. അതെ, ഇപ്പോൾ ഒന്നും വരാൻ പാടില്ല ആ വീട്ടിൽ. അയാളുടെ മോൻ കഞ്ചാവ് വലിക്കണ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒരാളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇപ്പോഴൊന്നും വരാൻ പറ്റൂല, ആ ഭയങ്കര പ്രശ്നമാണ്, ഇപ്പോൾ അവിടെ വന്നാലേ അതൊക്കെ നമ്മുടെയിലോട്ട് കയറും. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് പ്രാർത്ഥനാക്കാരൻ. അപ്പോൾ ആള് എൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ മോൻ കഞ്ചാവ് വലിക്കണു. അപ്പോൾ അത് പ്രശ്നം, അത് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കാം. ഇപ്പോൾ വരാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ പിശാചൊക്കെ ഇയാളുടെ മേത്ത് കയറും എന്നാണ് ഇയാൾ പറഞ്ഞു പറഞ്ഞത്. അപ്പോൾ ഈ അപ്പൻ, അതായത് എൻ്റെ കൂട്ടുകാരൻ, എന്നോട് വിഷമത്തോടുകൂടി ഇത് സംസാരിക്കുകയാണ്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പം എന്നിട്ട് ആൾ ഒരു വാക്കും കൂടി പറഞ്ഞത് അവസാനം, പിന്നെ കണ്ണനും വരൂലായിരിക്കും അല്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല അയാളുടെ അടുത്ത്. ഞാൻ അടുത്ത ദിവസം ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവനായിട്ട് 1.25 മണിക്കൂർ സംസാരിച്ചു. ഞാൻ തിരിച്ചു പോന്നിട്ട് ഞാൻ ആളെ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഭാര്യയെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഭാര്യയെ കൊടുത്തിട്ട് പറഞ്ഞു, കണ്ണാ ഇന്ന് വരെ ഒരു പ്രാർത്ഥനാക്കാരൻ എന്നുള്ള നിലക്ക് ആരെങ്കിലും വന്നാൽ അവൻ ഇന്ന് വരെ ആരായിട്ട് സംസാരിച്ചിട്ടില്ല. കണ്ണനായിട്ട് 1 മണിക്കൂറിലധികം സംസാരിച്ചല്ലോ, ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. മനസ്സിലായോ? അവിടെ നിന്ന് ഒരു പിശാചും എൻ്റെ മേത്ത് കയറിയില്ല. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ ഇപ്പം 395 CCCയിൽ പറയുന്നുണ്ട് പിശാചി ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. ആരാ പറയണത്? കത്തോലിക്ക സഭ പഠിപ്പിക്കണം. അപ്പോൾ ഉടനെ ഒരാൾ ചോദിക്കണം, പിശാചിനെ കർത്താവാണല്ലേ സൃഷ്ടിച്ചത്? പിശാചിനെ കർത്താവാണോ സൃഷ്ടിച്ചത്? ആണോ? CCC പറയണു അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയണു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പിശാചിനെ കർത്താവാണോ സൃഷ്ടിച്ചത്? ആണോ? അല്ല. പിന്നെ എങ്ങനെ പിശാചുണ്ടായി? മാലാഖമാർ അഹങ്കാരത്തിലൂടെ അധംപതിച്ചു പോയി. അങ്ങനെയാണ് പിശാചുക്കളായി മാറിയത്.
ഇനി ആ പിശാചുക്കളെ മാലാഖമാരാക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അപ്പോൾ ഈ മാലാഖമാർ ദൈവത്തിൻ്റെ ആരായിരുന്നു? ഈ മാലാഖമാർ പിശാചുകളാകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആരായിരുന്നു? സൃഷ്ടിയാണോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ആ അർത്ഥത്തിലാണ് പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ പിശാചിനാണോ, ഇപ്പോൾ ഒരു കമ്പനിയിൽ MD-ക്കാണോ പവർ, തൊഴിലാളിക്കാണോ പവർ? പറയും. മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ ഉപരി അവിടെ പോലെ അവിടെ ഭയങ്കര ബന്ധനമൊക്കെ ഉള്ളതാണ്. അവിടെ ഭയങ്കര പിശാചുണ്ട്. നമുക്ക് നമ്മളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമുക്ക് ബന്ധനത്തെക്കുറിച്ച് ഒരുപാട് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ട ബന്ധത്തെക്കുറിച്ച് നമുക്കറിവില്ല. അപ്പം ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമ്മൾ രാവിലെ എണീറ്റ് കുറേ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുകയോ, കുരിശിൻ്റെ വഴി എത്തിക്കുകയോ, കരുണക്കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുകയോ, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുകയോ ഒന്നും അല്ല. അപ്പോൾ ഉടനെ പറഞ്ഞേക്കരുത്. കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കരുണക്കൊന്തൊന്നും എത്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ എത്തിക്കരുതെന്നാണ് ഞാൻ പറയണേ. മനസ്സിലാവുണ്ടോ? എപ്പോഴാണ് എത്തിക്കരുതെന്ന് പറയണേ? രാവിലെ എണീറ്റാൽ ഉടനെ. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? ഇല്ല. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, പ്രഭാത കർമ്മങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം എന്താ? ഇപ്പം ഞാൻ ഒളിവിലൊക്കെ നടക്കുന്ന സമയത്ത്, ഞാൻ ഒരുപാട് കേസിൽപ്പെട്ട് ഒളിവിൽ നടക്കുന്ന സമയത്ത് വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പൈസ ഒന്നും ഒട്ടുമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ വല്ല പണി തീരാത്ത വീടിൻ്റെ ടെറസും പൊക്കത്തൊക്കെയാണ് കിടക്കുന്നത്, ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ബ്രഷ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യും? പേസ്റ്റും ഇല്ല, ബ്രഷും ഇല്ല. അപ്പോൾ വെറുതെ വിരൽ വെച്ച് എന്ത് ചെയ്യും? പല്ല് തേച്ചിട്ട് നേരെ നമ്മൾ അടുത്ത എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഇതുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും? മനസ്സിലാവുണ്ടോ? അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷെ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാറില്ല? അവൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് കഴിക്കുകയല്ല രാവിലെ എണീറ്റാൽ. അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. ആണോ അല്ലയോ? എന്നതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പേഴ്സണൽ പ്രെയർ എന്നുള്ളത് ഒരു 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKG പഠിക്കുന്ന കുട്ടികളെ പോലെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇത്തിരി വലിയ കാര്യത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഉറക്കവും വരും ചിലപ്പോൾ. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു ക്യാപ്ഷൻ, ഒരു തലക്കെട്ട് എന്നുള്ള നിലക്ക് ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കണം? ആരോട് പ്രാർത്ഥിക്കണം? നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? എന്ത് പ്രാർത്ഥിക്കണം? എപ്പോൾ പ്രാർത്ഥിക്കണം? ആരോട് പ്രാർത്ഥിക്കണം? എന്ത് പ്രാർത്ഥിക്കണം? എപ്പോൾ പ്രാർത്ഥിക്കണം? എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പം ഈ 4 കാര്യങ്ങൾ കേട്ടോ. ഇതിങ്ങനെ വെറുതെ കൈ പിടിച്ചോ നിങ്ങൾ? 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സിലാവണ്ടോ? ഇത് പങ്ങാടിങ്ങാടും തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ക്രമമായിട്ട് വരണം നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ ക്രമം എന്താണ്? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കണം? ആകാശത്തിലിരിക്കുന്ന ബാവ തമ്പുരാനെ, അങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുക? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയല്ല പ്രാർത്ഥിക്കണത്. എന്നിൽ വസിക്കണം. മനസ്സിലായി? എന്നിൽ അതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൽ തോമസ് പോള് അദ്ദേഹം 25-30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ് ഈ ഗാനം. എന്നിൽ വസിക്കുന്ന. അങ്ങനെ ഒരു ഗാനം ആ കാലഘട്ടത്തിൽ ഇല്ല. ഇപ്പോഴും അങ്ങനത്തെ ഒരു ഗാനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഗാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാം, കേൾക്കാൻ പറ്റുമോ? എന്നിൽ വസിക്കുന്ന. മനസ്സിലാവണ്ടോ? അപ്പം ഇതൊരു തലക്കെട്ടായിട്ട് ഇങ്ങനെ കൈ പിടിച്ചു ഈ 4 കാര്യങ്ങൾ. ഇനി സഭ പുതിയ അല്ലെങ്കിൽ ബൈബിൾ വചനത്തിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെന്താ പഠിപ്പിക്കണേ? വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് എന്താ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞേ. എന്താ പഠിപ്പിക്കണത്? എവിടെ പഠിപ്പിക്കണേ? ഏത് ഭാഗത്തിൽ പഠിപ്പിക്കണം? നമ്മുടെ ധ്യാനങ്ങളൊക്കെ കൂടിയവർക്കറിയാം. തോമസ് പോളിൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടിയവർക്കൊക്കെ ഏകദേശം അറിയാൻ പറ്റും. പറയുമ്പോൾ നിങ്ങൾ ഇതായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞേ, അതെവിടെയാണ് പഠിപ്പിക്കണേ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിക്കണ
അപ്പോൾ ഉടനെ വന്ന പ്രാർത്ഥന വേറെ ഒരു പ്രാർത്ഥന നമുക്ക് ഈശോ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് വരും. അതല്ല മനസ്സിലാവുണ്ടോ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ആ പ്രാർത്ഥനയിലേക്ക് ഈശോ കിടക്കണേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനു മുൻപ് ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ പഠന ബൈബിളുള്ളവരും എടുക്കുക, അല്ലാത്തവരും സാധാരണ ബൈബിളുള്ളവരും എടുക്കുക. പഠന ബൈബിളൊക്കെ നമ്മുടെ ഒരു ആയുധമാണ്. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ എനിക്കറിയില്ല, അത് കേട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ അത് എടുത്തോളും. അപ്പോൾ ഞാനത് വായിക്കാൻ പോവാണ് കേട്ടോ. ആറാം അധ്യായം 5 മുതലുള്ള വചനങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നത്തുള്ള വചനങ്ങളിലേക്ക് ഈശോ കിടക്കണേ. അപ്പം അതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ആ കാര്യത്തെയാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അപ്പം സഭ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, പുതിയ നിയമത്തിലൂടെ ഈശോ എന്താണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ എങ്ങനെ അല്ലേ, ആരോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. എന്നിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ രാജകീയ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒരാളെന്നോട് ചോദിച്ചു, അതെവിടെ, അതങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, സഭ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയാൻ പോണത്. മനസ്സിലാവുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്നിട്ട് അവിടെ ആ തലക്കെട്ട് തന്നെ പ്രാർത്ഥന എന്നതിനെക്കുറിച്ചാണ്. ഇതാരാ പറയണത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതാരാ പറയണത്? ഈശോ പറയാണ്. മനസ്സിലായോ? ഇത് മോശ പറഞ്ഞതാണോ? ജോഷുവ പറഞ്ഞതാണോ? യാക്കോബ് പറഞ്ഞതാണോ? അബ്രഹാം പറഞ്ഞതാണോ? ഇതാര് പറഞ്ഞതാണ്? ഈശോ പറയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും ഈശോ പറഞ്ഞു, എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന്, ഇപ്പം ഈ മുറിയുടെ ഡോർ ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ അകത്ത് കടന്നിട്ടാണോ? അതും അർത്ഥമുണ്ട്, ഇല്ലെന്നില്ല, ഫിസിക്കൽ അർത്ഥമുണ്ട്. പക്ഷേ അതാണോ ഇവിടെ ഉദ്ദേശിക്കണേ? എന്താണ് മുറി എന്ന് പറഞ്ഞ് കണ്ടോ? എന്നിൽ വസിക്കണ്ട, ഇതാണ് മുറി. എന്താണ് മുറി? ഇനി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവാണ് ആ മുറി. മനസ്സിലാവുണ്ടോ? നിന്റെ മുറിയിൽ കടന്ന്. മനസ്സിലാവുണ്ടോ? നിന്റെ മുറിയിൽ കടന്ന്. എന്നിട്ട് പറയാണ് കതകടച്ച്. എന്താണ് ഈ കതക്? ഈ മരം കൊണ്ടുണ്ടാക്കിയ കതകാണോ? പിന്നെന്താ കതക്? നമ്മുടെ ഫിസിക്കൽ ഇന്ദ്രിയങ്ങൾ കണ്ടോ? കണ്ണ്, കാത് കണ്ടോ? കതകടച്ച്. മനസ്സിലായോ? ഒരു ചേച്ചി നമ്മുടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, തോമസ് പോൾ ടോക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ചേച്ചി അപ്പം ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ടോക്കായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പേഴ്സണലായിട്ടാണ് എനിക്ക് തോന്നുന്നു, സാക്ഷ്യം പോലെ, അതായത് എന്ത് സ്പർശിച്ചു എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ആൾ സ്റ്റേജിൽ കയറി പറഞ്ഞതാണ്, ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത കോഴിക്കൂട് അടച്ചിട്ടുണ്ടായില്ല. മനസ്സിലാവുണ്ടോ? കോഴിക്കൂട്. പിന്നെ ആ കോഴികളിനി ഉണ്ടാവും ഇല്ലയോ, മുട്ട എവിടെയായിരിക്കും എനിക്ക് ഇടാൻ പോണേ? മനസ്സിലാവുണ്ടോ? ഇതായിരുന്നു ആ 4 ദിവസത്തെ ചിന്ത അവരുടെ. കണ്ട, വളരെ സിമ്പിൾ കാര്യമല്ലേ? അതാണ് കതകടച്ച്, മുറിയിൽ കടന്ന്. അപ്പോൾ ഈ കോഴിമുട്ട, കോഴി, ആ വീട്ടമ്മ, ഇതിൽ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കണ കാര്യം ഇതുപോലെ എനിക്കിനി വേറെ പറയാൻ പറ്റുമെന്നോ, ഞാൻ മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? അതുപോലെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണം. മനസ്സിലാവണ്ടോ? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായ നിന്റെ പിതാവിനോട്, കണ്ടോ? അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക.
രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. അപ്പം ഈ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ പഠന ബൈബിള്, വചന പഠന ബൈബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈബിളുണ്ട്. ഇതിൻ്റെ കവറും ഞാനിത് പുതിയത് ഇട്ടതാണ്. ഇതിങ്ങനെയല്ല കവറ്. ഇതിൽ എന്തുണ്ട്? ഇതിൽ അതിൻ്റെ ഓരോ വചനത്തിൻ്റെയും ഫുട് നോട്ടിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. സാധാരണ POC ബൈബിളിൽ അതില്ലായിരുന്നു. എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? ഇപ്പം ഗ്രീക്ക് പദം, ഗ്രീക്ക് വാക്കിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം സൗത്താപൂസ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സീറോ മലങ്കര ആരാധനക്രമത്തിൽ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് സൗത്താപൂസ. എന്താണ് ഈ സൗത്താപൂസയുടെ അർത്ഥം? എന്താ സൗത്താപൂസയുടെ അർത്ഥം? സംസർഗം. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. സംസർഗം. ആരായിട്ട്? ഞാനും എൻ്റെ ഭാര്യയായിട്ടാണോ? അല്ല, ഞാനും എൻ്റെ മണവാളനുമായിട്ട്. അതാരാണ്? ഈശോയായിട്ട്. അപ്പോൾ ഈശോ അവിടെ ഉണ്ടെങ്കിൽ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലാവുണ്ടോ? അതാണ് സൗത്താപൂസ, സംസർഗം. അവനുമായിട്ട് ഈശോൻ്റെ ഭാഗത്തുനിന്ന്, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊക്കെ ആരാണ്? മണവാട്ടികളാണ്. മനസ്സിലാവുണ്ടോ? അവൻ മണവാളനാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ പഠന ബൈബിളിൽ ചിലപ്പോൾ ആ POC ബൈബിളിൽ രഹസ്യത്തിൽ അല്ലേ, അങ്ങനെ അതിന് ഇത്തിരി വ്യത്യാസം ഉണ്ടാകും. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വീണ്ടും മാറ്റി എഴുതിയേക്കുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഇത് തന്നെയാണോ പണി, മാറ്റി എഴുതുക? ഇത് കത്തോലിക്ക സഭ മാറ്റി എഴുതണതല്ല. അപ്പം അത് നമ്മൾ പോയി പഠിക്കണം എന്താണെന്ന്. വെറുതെ അങ്ങനെ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് യൂട്യൂബിൽ വെറുതെ ഇരിക്കണ ഫോണും കുറേയൊക്കെ നെറ്റും വെറുതെ കിട്ടണം, അങ്ങനെ അങ്ങോട്ട് പറയും. അപ്പോൾ ഒരു ജ്ഞാനമില്ല, വെറുതെ അങ്ങോട്ട് പറയണം. എന്നിട്ട് അത് കേട്ടിട്ട് കുറച്ച് ആൾക്കാരെ എൻ്റെ പുറകെ പോകാൻ. എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നൊന്നും അറിയണില്ല. മനസ്സിലാവണ്ട. അപ്പം അത് അറിയാനുള്ള ആഗ്രഹമുള്ളവർ, അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ യൂട്യൂബിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു കമൻറ്റ് പറഞ്ഞു വന്നപ്പം, ആൾക്ക് സമയം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ, നമ്മൾ ക്ലിയർ ചെയ്യും. അതിനുള്ള ധൈര്യം നമുക്കുണ്ട്. ധൈര്യം നമുക്ക് തന്നേക്കണ കത്തോലിക്ക സഭ തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ എന്താണ്? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇപ്പം ഞാൻ ഇനി നിങ്ങളിന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു അരമിനിറ്റ് നമ്മൾ ഈ കരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് നമ്മളിൽ വസിക്കണ ഒരു 1/4 മിനിറ്റോ അല്ലേ, അപ്പം എന്നിട്ട് അപ്പോൾ എന്താണ്? എന്നിൽ വസിക്കണ അല്ലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വൈക ദൈവമേ, എന്താണ്? പരിശുദ്ധ രാജകീയ ത്രിത്വൈക ദൈവമേ, എന്നിട്ട് ഇത് ഓഫായി പോയല്ല, നെറ്റ് പോയി. നിങ്ങളതൊന്ന് പ്രാർത്ഥിച്ചോട്ടോ അല്ലേ. നെറ്റ് പോകാൻ കാരണം എന്താ? നിങ്ങൾ പ്രാർത്ഥിച്ചോട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കും എന്നിട്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളിൽ വസിക്കണ ത്രിത്വമായിട്ടൊന്ന് നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കാനൊന്ന് നോക്കിയേ. നമ്മളൊരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കില്ലേ പുതിയതായിട്ട് എന്നതുപോലെ ഒന്ന് ആ ബന്ധത്തിലൊന്ന് വരാൻ നോക്കിയേ. അങ്ങനെ ഒന്ന് നോക്കിയേ. ആമേൻ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങൾ അധരം കൊണ്ടല്ല ആൻസർ തരേണ്ടത്, ആംഗ്യത്തിലൂടെ ആൻസർ തരണം. കൈപൊക്കിയാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കണ ചോദ്യത്തിന് അത് യെസ് ആണോ നോ ആണെന്നുള്ളതിന് ഉത്തരമല്ല, വാക്കുകൾ കൊണ്ടല്ല, കൈ പൊക്കുക. ഇപ്പോൾ ഈശോൻ്റെ രൂപം അല്ലേ, അവൻ്റെ മുഖം, ആ തിരുമുഖമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ബന്ധത്തിൽ വരാൻ പറ്റി എന്നുള്ളവരൊന്ന് കൈപൊക്കി. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കി. കൈപൊക്കി. ആരുമില്ല.
അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായോ? ദൈവത്തിന് രൂപം ഉണ്ടോ? മനസ്സിലായോ? അപ്പോൾ ചോദിക്കും പ്രതിമകൾ എന്തിനാണ്? അതൊക്കെ നമുക്ക് ഉണ്ട്, ഉത്തരവുണ്ട്. അതിനൊക്കെ നമ്മൾ ഉത്തരം തരാം. അത് ഇപ്പോഴത്തെ വിഷയമല്ല, അതുകൊണ്ട് അമ്മ അതിലോട്ട് കിടക്കണില്ല. അതിനൊക്കെ ഉത്തരവുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ പ്രതിമ ഉണ്ടാക്കിയേക്കണേന്ന് മനസ്സിലായോ? ഒക്കെ ഉണ്ട്. അപ്പം അത് ഒരു വശം. അപ്പോൾ മനസ്സിലായോ? ദൈവം ഒരു രൂപമല്ല. പിന്നെന്താണ്? ദൈവം ഒരു രൂപമല്ല, പിന്നെന്താണ്? അല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? അപ്പോൾ രക്ഷകനാണ് അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. ദൈവം ഒരു സ്ത്രീനോട് ഈശോൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞു, അല്ലേ ദൈവം ഇന്നതാണെന്ന് പറഞ്ഞു. അതൊന്ന് പൂരിപ്പിച്ചേ നിങ്ങൾ. ദൈവം ഇന്നതാണെന്ന് പറഞ്ഞു ഒരു സ്ത്രീയോട് വന്നിട്ട്. അത്രയും ക്ലൂ തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണില്ല? അല്ല, ആ സ്ത്രീയുടെ പേര് പറയും. മനസ്സിലായോ? ആ സ്ത്രീ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് പുതിയ നിയമത്തിൽ. അല്ല, വെള്ളം എന്നല്ലല്ലോ ആ സ്ത്രീയുടെ പേര്. സ്ത്രീയുടെ പേര് പറ. ആരാണ്? സമരിയാക്കാരി. കണ്ടോ? അപ്പം അവളോട് ഈശോ എന്താ പറഞ്ഞത്? 4-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം മാത്രം നിങ്ങളൊന്ന് വായിച്ച്. അതെടുത്തോ, ഞാൻ വായിക്കാം ഇവിടെ നിന്ന്. ഞാൻ ഈ റെക്കോർഡും കൂടി ആയതുകൊണ്ടാണ് ഞാൻ വായിക്കാമെന്ന് പറയണേ. 4:24 എന്താണ് പറയണേ? ആ 24-ാമത്തെ വചനം മാത്രം ഒന്ന് നോക്കിക്കോ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കയറിക്കൂടേണ്ടതാണ്. എന്തെന്നാ പറഞ്ഞേ? ഇല്ലേ? നിങ്ങൾ തന്നെ വായിച്ചോ. ഞാനെന്നാലും ഇവിടെ നിന്നൊന്നും കൂടി വായിക്കാം. എന്താണ്? ദൈവം ആത്മാവാണ് എന്ന് പറഞ്ഞു ഈശോ. എന്താ പറഞ്ഞേ? ദൈവം ആത്മാവാണ്. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടാണോ ഈ ആത്മാവിനും സത്യത്തിലും ആരാധിക്കും? ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ്, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെന്ത് പറയും? ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാണ് പറഞ്ഞത്. അവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറഞ്ഞതിൻ്റെ ഫുട് നോട്ട് ആ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആത്മാവെന്ന്? പരിശുദ്ധാത്മാവിലും സത്യത്തിലും. സത്യം ആരാണ്? ഉണ്ടോ? മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ തന്നെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് നമ്മൾ കുറേ മനസ്സിലാവുണ്ടോ? ആത്മാവിൽ, അതായത് വീട്ടിലിരുന്ന് ആരാധിച്ചാൽ മതിയെന്ന്, പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. മനസ്സിലാവുണ്ടോ? കൂദാശകളുടെ ആവശ്യമില്ല, ദൈവാലയത്തിൻ്റെ ആവശ്യമില്ല. അതൊക്കെ കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ലേ. മനസ്സിലായി? മുറിഞ്ഞ അറിവുകളും കൊണ്ടുവരും. മുറിഞ്ഞ അറിവ്. മനസ്സിലാവുണ്ടോ? അതിനങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണ വാക്ക്. ഇതൊക്കെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തം. മുറിഞ്ഞ അറിവ്. മനസ്സിലായി? അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ ദൈവം ആത്മാവാണ്. അപ്പം ആ ആത്മാവായ ദൈവം നമ്മളിൽ വസിക്കുന്നു. എങ്ങനെ വസിക്കുന്നു? ആത്മാവായ ദൈവം നമ്മളിൽ ആത്മാവായിട്ട് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. അപ്പം അതെങ്ങനെയാണ് വസിക്കണേ? എല്ലാവരിലും ദൈവം ഇല്ലേ? ഉണ്ടോ? ഈശോ എല്ലാവരിലും ഉണ്ടോ? മാമോദീസ സ്വീകരിക്കാത്തവരിൽ ഈശോ ഉണ്ടോ? ഉണ്ട്. മനസ്സിലാവുണ്ടോ? ആ ഉണ്ടെന്ന് പറയണതിൻ്റെയൊക്കെ ഇത് എൻ്റെ സാക്ഷ്യം കേട്ടാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്നെപ്പോലെ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അവർ മാമോദീസ സ്വീകരിക്കുന്നതിന് മുൻപേ യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. അതെന്താ? അങ്ങനെ പരിപാടി ഉണ്ടോ? അങ്ങനത്തെ പരിപാടി എന്താ ശരിയാവും? രാജ്യത്തിൽ അംഗത്വം എടുക്കാതെ, രാജ്യത്തിൻ്റെ പൗരനാകാതെ രാജ്യത്തിലേക്ക് കയറ്റിയിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇതിപ്പോൾ വന്നൊരു ഉദാഹരണമാണ്. ക്ലിയറായോ? ഇന്ത്യൻ പൗരത്വമല്ല എനിക്കില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഇന്ത്യയിലേക്ക് എന്നെ കയറ്റണമെന്നുണ്ടെങ്കിൽ, ആ അധികാരികൾ എന്നെ വിളിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. മനസ്സിലാവുണ്ടോ? ഇതുപോലെ. മനസ്സിലാവുണ്ടോ? അപ്പം അത് നമ്മൾ അതൊന്നും ഇതിൻ്റെ ഒരു വിഷയമാണോ എന്ന് വെച്ചാൽ അല്ല. അന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു ഭാഗം പറഞ്ഞു പോയതാണ്. അപ്പം നമ്മുടെ വിഷയം മുഴുവൻ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലായോ? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലേ? നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന, അല്ലെങ്കിൽ അദൃശ്യനായ നിന്റെ പിതാവിനോട്. അദൃശ്യനായ നിന്റെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക.
അപ്പം അത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു എന്ത് പ്രാർത്ഥിക്കണം ഇല്ലേ, എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് 2 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ളത്. അത് ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ കാര്യം ഈശോ പറഞ്ഞത് അടുത്ത പോർഷനിൽ കിടപ്പുണ്ട്, ആ അധ്യായത്തിൽ തന്നെ അടുത്ത ഭാഗത്തിലേക്ക് തന്നെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറയണുണ്ടായിരിക്കാം, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു മൂല്യം കൊടുക്കാതെ ആ പ്രാർത്ഥനയെ പറ്റി പഠിക്കുകയും എന്നിട്ട് വലിയ മൂല്യം കൊടുക്കുകയുമില്ല. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? ഭൂരിഭാഗം ആൾക്കാർ എന്നിട്ട് അതിന് മൂല്യമൊന്നും കൊടുക്കൂല, നമ്മളതിന് വലിയ കഥയൊക്കെ പറഞ്ഞു വരികയില്ല. എന്താണ് ആ പ്രാർത്ഥന? അതെവിടെ വെച്ച് എപ്പോ അവൻ പ്രാർത്ഥിച്ചതാ? ഗെത്സമൻ തോട്ടത്തിൽ വെച്ചിട്ട് ഇല്ലേ? ആ പെസഹ രഹസ്യത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, പെടുന്നതിന് മുൻപായിട്ട് ഈശോ 3 പ്രാവശ്യം മുട്ടുമേൽ വീണ് കമഴ്ന്ന് വീണവൻ പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണേ. കണ്ടോ, മനുഷ്യത്വം, നമ്മുടെ മാനുഷികതയാണ്, നമ്മൾ മണ്ണാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്. മനസ്സിലാവണം, യേശുവിൻ്റെ മനുഷ്യാവതാരം. പക്ഷെ ഉടനെ ഈശോ പ്രാർത്ഥിക്കുകയാണ്. എന്ത് പ്രാർത്ഥിച്ചു? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. ഞാൻ 15 വർഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 15 വർഷം വളരെ നല്ല രീതിയിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ഈ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ലഹരി മേടിക്കാൻ വേണ്ടി പോണത്. മനസ്സിലാവണം, ആ പ്രാർത്ഥനയാണ് എന്നെ പിന്നീട് മാറ്റിയത്. കർത്താവേ, നീ എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്, എന്നെ അതാക്കി മാറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, നീ എന്നെ എന്തിനാണ് ഉണ്ടാക്കിയ? എന്നെ അതാക്കി മാറ്റി. എനിക്ക് മാറാൻ പറ്റില്ല, എനിക്ക് മാറാനുള്ള കഴിവില്ല, അതിനുള്ള ശക്തി എനിക്കില്ല. പക്ഷെ നിനക്കത് മാറ്റാൻ പറ്റുമല്ലോ, കാരണം നീയാണ് എന്നെ ഉണ്ടാക്കിയത്. അപ്പം നീ അതാക്കി മാറ്റന്നെ. അപ്പോൾ കർത്താവ് പറഞ്ഞതാ, ഞാൻ നിന്നെ മാറ്റണേ. മനസ്സിലായി? എന്നിട്ട് എന്നെ എന്തിനാ സൃഷ്ടിച്ചതെന്നുള്ളതാണ് പിന്നീട് ഞാൻ കാണുന്നത്. എന്നെ എന്തിനാ സൃഷ്ടിച്ചത്? ഈശോനെ കുറിച്ച് പറയാൻ വേണ്ടി. മനസ്സിലായോ? അത് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ജോലിക്കും പോകാതെ. ജോലി കിട്ടാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ കിട്ടി അല്ലേ? എന്നിട്ട് പിന്നെന്തായിരുന്നു? പിന്നത്തെ 4 കാര്യത്തിൽ 3 കാര്യം പറഞ്ഞു. പിന്നെന്തായിരുന്നു? ഇപ്പം ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എപ്പോ പ്രാർത്ഥിക്കണം അല്ലേ? ഇനി 4ാമത്തെ കാര്യമാണ് എപ്പോ പ്രാർത്ഥിക്കണം. എപ്പോഴാ പ്രാർത്ഥിക്കണ്ടേ അല്ലേ? 18-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വചനം. ആ തുടങ്ങണത് 18-ാം അധ്യായം തുടങ്ങണത് ഒന്ന് വായിച്ചേ. 18-ാം അധ്യായം. ശ്രദ്ധിക്കണം, ഓരോ വാക്കിനെ മുറുക്കി. കണ്ടോ, ഭഗ്നാശരാകാതെ. കണ്ടോ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാനായി അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. പിന്നെ ഉപമയൊക്കെ നമുക്കറിയാം എന്താണ്. കണ്ടോ, ആ ഒരൊറ്റ വാക്കാണ്. എന്താണ്? എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സിലാവണ്ടോ? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു ക്രൈസ്തവൻ ദൗത്യമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പ് ഗൂഗിൾ മീറ്റിൽ നിന്നൊരു പ്രവചനം വന്നാണ്ടോ, നിങ്ങളുടെ ദൗത്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ചിലതൊക്കെ കേട്ടില്ല, പക്ഷെ അത് റെക്കോർഡിങ്ങിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കണേ. അതുകൊണ്ട് അത് ഈ മൈക്ക് അവിടെ വെച്ചിരുന്നേ ചെയ്യാം. അപ്പം അത് ഇതിലെന്തോ ക്ലിയർ ആയില്ലല്ലോ. പക്ഷെ ഞാൻ കേട്ടു ദൗത്യം, അത് ഓരോരുത്തരുടെയും ദൗത്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രവചനമൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താടാ, എന്താ ഇങ്ങനെയൊക്കെ, ഇതൊക്കെയാണോ പ്രാർത്ഥന എന്ന് പറയണേ എന്നൊക്കെ ചിലവർ വിധിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അപ്പോൾ ചോദിക്കും ഇതൊക്കെ പുതിയ കാര്യമാണ്. ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭ നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളെന്തോ എങ്ങനെയോ നമ്മളിതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് മനസ്സിലായോ? നമ്മൾ കേൾക്കാത്തത് കൊണ്ട് നമുക്കതെന്താണ് പുതിയതാണ്. മനസ്സിലായോ? കേട്ട കാര്യം നമുക്ക് പുതുമ ഉണ്ടാവില്ലല്ലോ. മനസ്സിലായോ? പ്രവചനമൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഒരുപാട് അങ്ങനെ പ്രസരിക്കാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും അധികം ഒരുപാട് ഇതാക്കാറില്ല. ഇപ്പൊ കുറേയൊക്കെ വന്നുണ്ട്, ഇപ്പൊ കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ തോമസ് പോളാണ്, അദ്ദേഹമാണ് അതിൽ കുറേയൊക്കെ മുൻകൈ എടുത്ത്, അല്ലെങ്കിൽ കർത്താവ് അദ്ദേഹത്തിലൂടെയാണ് അത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ആ 4 കാര്യത്തിനൊരു ഉത്തരം കിട്ടിയോ നമുക്ക്? ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മൾ കണ്ടെത്തുന്നത് സഭ നൽകിയിരിക്കുന്ന ആ കാര്യങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ. മനസ്സിലായി? അപ്പം ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടെന്നൊരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. ആർക്കാണ് ഈശോ കൊടുക്കണം അങ്ങനെ ഒരു പ്രാർത്ഥന? നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഇപ്പം ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്ത് തോന്നി? അവൻ പ്രാർത്ഥിക്കണത് പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സുവിശേഷത്തിൽ പലയിടത്തും കാണുന്നുണ്ട്, അവൻ അസായാഹ്നം വരെ അവൻ സുവിശേഷ വേല അല്ലേ, വചനം പ്രഘോഷിച്ചതിന് ശേഷം അവൻ എങ്ങാടേക്ക് പോയി അല്ലേ? വിജന പ്രദേശങ്ങളിലേക്ക് അവൻ പിൻവാങ്ങി മലമുകളിലേക്ക് പോയി. ഈ മല എന്നൊക്കെ പറയണത് ഫിസിക്കലി മല അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു തലം. ഒരു മലയുടെ അവസ്ഥയാണത്, മലയുടെ പൊക്കത്താണ്. മനസ്സിലായോ? ഈ മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗം തുടങ്ങണതിൽ എന്താണ് മലയിലെ പ്രസംഗം തുടങ്ങുക? അപ്പോൾ എന്തോ 5-ാമത്തെ അധ്യായം നോക്കി, ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി. അപ്പോൾ വിശുദ്ധ നാട്ടിലെ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട തോമസ് പോള് പറഞ്ഞ് ഞാൻ കേട്ടേക്കണത്, ഞാൻ വിശുദ്ധ നാട്ടിൽ പോയിട്ടില്ല, അപ്പോൾ അദ്ദേഹം പറയണത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗമാണ് വായിക്കണമെന്ന് വിചാരിക്കുക. ഈ സുവിശേഷ ഭാഗമാണ് വായിക്കണം, ആ മലയാണ്. അപ്പോൾ ആ മലയിൽ നിന്നുകൊണ്ട് അവിടെ ബലിയർപ്പിക്കുകയാണ് വിശുദ്ധ നാട്ടിൽ. അപ്പോൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾ. ഇപ്പോൾ ആ മുകളിൽ നിന്നിട്ട് വായിക്കണമെന്ന് വിചാരിച്ചോ. ജനക്കൂട്ടത്തെ കണ്ട് യേശു ഈ മലയിലേക്ക് കയറി. മനസ്സിലായോ? ജനക്കൂട്ടത്തെ കണ്ട് യേശു ഏത് മലയിലേക്ക് കയറി? ഈ മലയിലേക്ക് കയറി. മനസ്സിലാവുണ്ടോ? അവൻ അന്ന് കയറിയ മലയുണ്ടല്ലോ, ആ മലയിൽ നിന്നാണ് ഇന്ന് വിശുദ്ധ നാട്ടിൽ പോകുമ്പോഴേ ഈ മലയൊക്കെ കാണാം. മനസ്സിലാവുണ്ടോ? ഈ കുന്ന്, അതൊരു മലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് മല അല്ല, അതായത് ഒരു ചെറിയ ചെറിയ കുന്നുകളില്ലേ? മനസ്സിലാവുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നാ പറയണേ. ഞാൻ പോയിട്ടില്ല, പോയവർക്കറിയാം, പോയവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി അങ്ങനെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അതിനെയാണ് മലയെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി മലയെന്ന് പറയുന്നത് ഫിസിക്കൽ അർത്ഥമല്ല, അതിനേക്കാൾ ഉപരി അതൊരു ആധ്യാത്മിക ബന്ധമാണ് ദൈവവും ഒരു വ്യക്തിയുമായിട്ട്. നമ്മളീ പറഞ്ഞ ഉടമ്പടി ബന്ധത്തിൻ്റെ അതിൻ്റെ എന്താണ് ഇനി കാവ്യാത്മക രൂപത്തിൽ എങ്ങനെയാണ് അതിനെ വാക്കിന എന്താ പറയണ, അതിനെ നിങ്ങൾ ചിന്തിച്ചെടുത്തു. അതിൻ്റെ എന്താണ് ഒരു ഉന്നതമായ ഉച്ചകോടി അനുഭവത്തെയാണ് മലയെന്ന് വിശേഷിപ്പിക്കണത്. മനസ്സിലാവണം? നമ്മളെവിടെയായിരുന്നു പറഞ്ഞ് നിർത്തിവെച്ചത്? ഇത് വന്നേക്ക് മുമ്പ് എവിടെയായിരുന്നു പറഞ്ഞത്? അത് ഇപ്പോൾ 5-ാമത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ. അപ്പോൾ ഇപ്പോൾ ആരോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോഴെല്ലാം പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു 4 നമുക്ക് ഇതിപ്പോൾ കണ്ണൻ ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യങ്ങളുമല്ലോ ആണോ? ഇതെവിടെ നിന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? മനസ്സിലായോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലയോ? ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2565 ഖണ്ഡിക എടുത്ത് നിങ്ങൾ CCC അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, CCC എന്നും പറയും അതിന്, ഷോർട്ടായിട്ട് CCC എന്ന് പറയും. അതിൻ്റെ യഥാർത്ഥ മലയാള
ത്തിനുള്ള പേര് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് നിങ്ങളെടുത്തേ. $2565 എടുത്തോ. അത് വായിക്കാൻ പോണേ കേട്ടോ ഞാൻ. അതിൻ്റെ തലക്കെട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ. 2565 ഖണ്ഡിക. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് നോക്കിക്കോ, പ്രാർത്ഥന. എന്നിട്ട് പറയാണ് കൂട്ടായ്മ. കണ്ടോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്താപൂസ, കൂട്ടായ്മ, സംസർഗം. അവിടെ എഴുതിയേക്കണം, നോക്കിയേ, കൂട്ടായ്മ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ്മ. ആരുമായിട്ട്? മനസ്സിലായോ? എന്നിട്ട് പിന്നെ പറയാണ്, ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ വാക്കിനെയും നമ്മൾ ശ്രദ്ധിക്കണേ. അനന്ത നന്മയായ. കണ്ടോ, എന്ത് നന്മയായ? ഇത്തിരി നന്മയായ, അല്ല കുറച്ച്, അങ്ങനെയാണ് എഴുതിയേക്കണേ. എന്താണ്? അനന്ത നന്മയായ. അനന്തമായ വാക്കിനെയല്ലേ ഇംഗ്ലീഷിലൊക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കൊക്കെ അറിയാവുന്നല്ലേ, അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അനന്ത നന്മയായ പിതാവിനോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ എന്ന് വെച്ചാൽ ജീവനുള്ള എന്നർത്ഥം. സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. എന്താണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന? അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ജീവനുള്ള ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അപ്പൊ പഴയ ഉടമ്പടിയിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. മോശയുടെ പ്രാർത്ഥന, അബ്രഹാത്തിന്റെ പ്രാർത്ഥന, യാക്കോബിന്റെ പ്രാർത്ഥന. നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഒരാൾ പറഞ്ഞു. അതാരാണ്? യാക്കോബ് പറഞ്ഞു അല്ലേ. ആരോടാണ് ഈ പറയണത്? മനസ്സിലാവുണ്ടോ? അത്രയും ഇതായിട്ട് നിന്ന് പറയാണ്. പക്ഷെ ഇവിടെ പറയാണ് എന്താണ്? അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള. ഈ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ദൈവമക്കള് ഇവിടെ പറയണ ദൈവമക്കൾ ആരാ? അതൊന്ന് പറഞ്ഞേ. എല്ലാവരും ദൈവമക്കളാണ്, പക്ഷെ ഇവിടെ പറയണ ആ ദൈവമക്കള് ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതിനെ നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ പറയണ ആ ദൈവമക്കൾക്കുള്ള എന്ന വാക്ക് അതിനിത്തിരി പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്. പക്ഷേ ഇവിടെ ദൈവമക്കൾക്കുള്ള എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥവും കൂടി അതിൽ ചേർക്കപ്പെടേണ്ടതുണ്ട് എന്ന്. അതെന്താണത്? അത് നമുക്ക് വരാം, അടിയിലോട്ട് വരാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് വരാം. അപ്പോൾ ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. ശ്രദ്ധിക്കണേ, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും. കണ്ടോ, പരിശുദ്ധ കണ്ടോ, രാജകീയ ത്രിത്വം, രാജകീയ വാക്ക് കണ്ടോ, രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതന. മനുഷ്യചേതന എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യാത്മാവ്. മനസ്സിലായോ? മനുഷ്യാത്മാവുമായുള്ള ഐക്യമാണ്. ഐക്യമാണ് ദൈവരാജ്യത്തിലുള്ള കൃപാവരം. അപ്പൊ ദൈവരാജ്യത്തിലുള്ള നമ്മുടെ കൃപാവരം എന്താണ്? പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതന. കണ്ടോ, പരിശുദ്ധ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവം മനുഷ്യചേതന. കണ്ടോ, എൻ്റെ മനുഷ്യാത്മാവുമായിട്ട് ആ ദൈവമായ ആത്മാവ് എൻ്റെ മനുഷ്യാത്മാവിൽ വസിക്കുന്നു. അതാണ് മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിലുള്ള കൃപ. ദൈവരാജ്യത്തിലുള്ള നമ്മുടെ കൃപ എന്താണ്? ഈ ഒരു ബന്ധമാണ്. മനസ്സിലാവുണ്ടോ? അപ്പം ആ ദൈവമക്കൾക്കുള്ള എന്നത് വിടരുത് കേട്ടോ, അതിലോട്ട് വരണുണ്ട്. ഞാനത് തിരിയും കൂടി കഴിയുമ്പോൾ ഞാൻ പറയാം. ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും. കണ്ടോ, ത്രൈശുദ്ധ ദൈവത്തിൻ്റെ, അതായത് ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തോടുള്ള കൂട്ടായ്മയിലുമായിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. കണ്ടോ, ശീലം. ഇപ്പം നമ്മൾ പലപ്പോഴും പറയില്ലേ, ഈ ശീലം ഒരു അല്ലേ, ചിലവരൊക്കെ നമ്മൾ കാണില്ല, നമ്മുടെയൊക്കെ ചില ശീലം കാണുമ്പോൾ പറയും ഇതൊരു ശീലമാണ്, ഇത് മാറ്റാൻ പറ്റണില്ല എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ അല്ലെ നമ്മുടെ കാര്യത്തിൽ തന്നെ നമ്മൾ പറയും എന്താണ്, അതൊരു ശീലമായി പോയി. മനസ്സിലാവുണ്ടോ? ഇത് നോക്കിയേ നിങ്ങൾ, ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തെ കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ്. ശീലമാകണമെന്ന് പ്രാർത്ഥന. ഈ ബന്ധം ഒരു ശീലമാകണം.
ശീലമാണ് പ്രാർത്ഥന ജീവിതം. പ്രാർത്ഥന എന്നല്ല എഴുതിയേക്കണത്, പ്രാർത്ഥന ജീവിതം, ലൈഫ് തന്നെ. മനസ്സിലാവുണ്ടോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയാൽ പോരായിരുന്നോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിനെങ്ങനെയാണ് ആ CCC നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്? പ്രാർത്ഥന ജീവിതം. എന്നിട്ട് പറയണം ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. അതെങ്ങനെയാണ് സാധ്യമാകണേ? ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ഈ അർത്ഥത്തിലാണ് ദൈവമക്കൾക്കുള്ള എന്നുള്ളത് പൂരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ പറയുന്ന ദൈവമക്കൾക്കുള്ള എന്ന് പറഞ്ഞ ആ വാക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? എല്ലാവരും ദൈവമക്കളാണ്. പക്ഷെ ഇവിടെ പറയുന്ന ദൈവമക്കൾ ആ കോമൺ അർത്ഥത്തിലല്ല. പിന്നെന്താണ്? പിന്നെ ആരാണ്? നമ്മൾ ദൈവമകനും മകളാണ്. എപ്പോഴാണ്? മനസ്സിലായോ? ഇപ്പം ഇവിടെ പറയണ ദൈവമക്കൾക്ക് എന്നുള്ള ആ വേർഡിനെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പൂരിപ്പിക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് മാമോദീസ സ്വീകരിച്ച. മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കൾക്കുള്ള സജീവം എന്താണ്? പ്രാർത്ഥന. പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അത് പൊക്കത്ത് വായിച്ചത്. അപ്പോൾ ആ ദൈവമക്കൾക്കുള്ള എന്നുള്ളതിന് ആ ഒരു വിശദീകരണം തന്നതാണിപ്പോൾ. അപ്പോൾ അതാരാണ് ദൈവമക്കളാകുന്നത്? മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുന്നതിലൂടെയാണ് മകനും മകളുമാകുന്നത്. ആരുടെ? ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവമക്കൾക്കുള്ള അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തുകൊണ്ടാണ് അത് ആണ് എന്ന് പറയണത്? എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ, കണ്ടോ, മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ആയേക്കാം എന്നല്ല അവിടെ എഴുതിയേക്കണത്, ആണ്. മനസ്സിലായി? എന്നിട്ട് പറയാണ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭ. കണ്ടോ, സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ശരീരമാണ്, അവൻ്റെ ശരീരമാണ്. ആ സഭയിൽ വ്യാപിക്കുകയും, കണ്ടോ, വ്യാപിക്കുകയും ചെയ്യുന്ന തോത്, അളവനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. നമ്മളെപ്പോഴും അതിനുദാഹരണമായിട്ട് ഇപ്പം ഈ പറഞ്ഞ വേടിനെ ഒരു പ്രാർത്ഥന ക്രിസ്തീയ, നമ്മളെപ്പോഴും ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ബൈബിൾ എടുത്തിട്ട് എന്ത് ചെയ്യും? മിക്കപ്പോഴും ഞാൻ കാണാറുള്ളത് ഞാൻ പറയാം. എന്ത് ചെയ്യും? സങ്കീർത്തനോ പഴയ നിയമമായിരിക്കും ഒരു സാധാരണ ആളെടുക്കുക. ഇല്ല, ആണോ ഇല്ലയോ? ഉടനെ ഇല്ലെന്ന് പറഞ്ഞേക്കരുത്. മിക്കപ്പോഴും അങ്ങനെയാണ് എടുക്കുന്നത്, ഞാൻ കണ്ടേക്കണത്. വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം സുവിശേഷ ഭാഗം എടുത്ത് വായിക്കും. ആണോ ഇല്ലയോ? ഞാൻ പറയണമെന്ന് തോണയാണോ? ശ്രദ്ധിച്ചോ നിങ്ങൾ? എല്ലാവരും എടുക്കുന്നത് എന്തെന്നാണ്? ഈശോയെ എന്നോട് സംസാരിക്കണേ, കർത്താവെ നീ എന്നോട് സംസാരിക്കണ വചനത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കും? മോശ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? മനസ്സിലായ? അപ്പം ചോദിക്കും, ഇത് മുഴുവനും കർത്താവ് പറഞ്ഞതല്ലേ? ആണ്. ബൈബിള് മുഴുവനും ദൈവനിവേശിതമാണ്, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. പക്ഷേ പഴയ നിയമത്തിൽ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ യേശു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണത് എവിടെയാണ്? അല്ലേ? ഉൽപ്പത്തിയിലൊക്കെ എന്തെന്നും പറഞ്ഞ് എഴുതിയേക്കണത് മോശ പറഞ്ഞു അല്ലേ? മനസ്സിലാവുണ്ടോ പറഞ്ഞേ? പിന്നെ ആരാധനക്രമം, വിശുദ്ധ കുർബാന എന്ന ആരാധനക്രമത്തിൽ നമ്മൾ പഴയ നിയമവും സങ്കീർത്തന ഭാഗവും വായിക്കുമ്പോൾ എണീറ്റ് നിൽക്കോ? പിന്നെ എപ്പോഴാണ് എണീറ്റ് നിൽക്കണേ? അപ്പോഴും ഇരുന്നൂടെ? എന്നാ എല്ലാം ഒരുപോലെ അല്ലേ? എല്ലാം വിശുദ്ധ ഗ്രന്ഥം, എല്ലാം ദൈവവചനം, എല്ലാം ദൈവം പറഞ്ഞ വചനം തന്നെയല്ലേ? പിന്നെ എന്തിനാണ് സുവിശേഷ വായനയ്ക്ക് മാത്രം എണീറ്റ് നിൽക്കണേ? അപ്പം അവിടെ എന്തോ ഉണ്ട്. നിൽക്കി വെയിറ്റ് അല്ലേ? എന്തോ ഉണ്ട് അവിടെ. മനസ്സിലാവണ്ടോ? അതെന്തോ എന്ന് പറയണ എന്താ? എന്തോ ഉണ്ടെന്ന് പറയണ എന്താ? അത് യേശു പറഞ്ഞതാണ്. അയാം. മനസ്സിലായി? ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് ഇന്ന് ഇവിടെ നിന്നിട്ട് അവൻ പറയുന്നത് അബ്രഹാത്തിന് മുൻപേ ഞാനുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8:58 പറഞ്ഞതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പിന്നെ കല്ലെടുത്തതും നീ ആകെ 50 വയസ്സായിട്ടില്ല, നീ അവന് മുമ്പേ എങ്ങനെ ഉണ്ടാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലേ? അതൊക്കെ മനസ്സിലാവുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ആ വേടിന് വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞേ? ഇത് വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം അല്ലേ? അപ്പം ഇപ്പം ഞാൻ എന്തിനിപ്പം ഇത് പറഞ്ഞതെന്നറിയോ? ഈ പഴയ നിയമം നമ്മൾ ഈശോയെ സംസാരിക്കണം അല്ലെങ്കിൽ കർത്താവ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പഴയ നിയമം അല്ല എടുത്ത് വായിക്കേണ്ടത്. പിന്നെ എന്തെന്നാ വായിക്കേണ്ടത്? യേശു പറഞ്ഞ കാര്യം എടുത്ത് വായിക്കണം. മനസ്സിലാവുണ്ടോ?
അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അപ്പം ഇതാണ്. അപ്പം ഇത് നിങ്ങൾ ഒന്നും കൂടി നോക്കിയേ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കും. സഭയിൽ എങ്ങനെയാണ് നമ്മൾ വ്യാപിക്കണേ? സഭയിൽ എങ്ങനെ വ്യാപിക്കാൻ പറ്റും? അവിടുത്തെ ശരീരമായ സഭയിൽ എങ്ങനെ വ്യാപിക്കണേ? ഒരു മെയിൻ രീതി എന്താ? ഒരു മെയിൻ പ്രോസസ്സ് എന്താ? അല്ലേ? അവൻ്റെ കൂദാശകൾ ഉണ്ടോ? സഭയിൽ എങ്ങനെയാണ് നമ്മൾ വ്യാപിക്കണേ? മനസ്സിലാവുണ്ടോ? ആ 7 കൂദാശകളിലൂടെയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്ന കൂദാശ, നമ്മൾ മാമോദീസം അല്ലേ, സ്ഥൈര്യലേപനം എല്ലാം കഴിഞ്ഞാൽ പിന്നെന്താണ്? നമ്മൾ ഡെയിലിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. അവൻ്റെ ശരീരത്തിൽ ശരീരമാകുന്ന സഭയിൽ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് മനസ്സിലാവുണ്ടോ വ്യാപിക്കുന്നത്? വ്യാപിക്കുകയും ചെയ്യുന്ന അളവനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ക്രിസ്തീയമാകുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കേണ്ടതുണ്ട്. മനസ്സിലായി? എന്നിട്ട് പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങൾ. കാരണം അല്ലെ, അവൻ്റെ സ്നേഹം തന്നെയാണ് ആ പ്രാർത്ഥനയുടെ നിദാനം. സ്നേഹത്തിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന എന്നുള്ളത്? പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. എന്നിട്ട് ഈശോ ഇതെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം ഈശോ ഒരാളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതാരായിരുന്നു? ആളാരാണ്? അതാരെയാ പഠിപ്പിച്ചേ? അതാരെയാ പഠിപ്പിച്ചേ? അതും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അല്ലേ? ആരെങ്കിലും പറയാൻ പറ്റുമോ? പറയ്. അവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. എന്താണ് 4-ാം അധ്യായം? അതൊന്ന് നമ്മൾ വിശദമായിട്ട് നിങ്ങൾ ബൈബിൾ എടുത്തോട്ടോ. ഇപ്പോൾ CCC ആ സൈഡിൽ വെക്കുക, മാറ്റി വെക്കുക എന്ന് വെച്ചാൽ അവിടെ വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തൽക്കാലം ബൈബിൾ എടുത്ത് പിടിക്കുക. അത് പഠന ബൈബിൾ ഉണ്ടെങ്കിൽ പഠന ബൈബിൾ പിടിച്ചോ, ഇല്ല സാധാരണ ബൈബിളാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനതൊന്ന് വായിച്ചിങ്ങനെ പോവാണ്. മനസ്സിലായോ? അപ്പം 4-ാം അധ്യായത്തിൽ ഈ കിണറ്റിൻകരയിലോട്ട് ഈശോ വന്ന ഭാഗം വരെയൊക്കെ നമുക്കറിയാം. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് 4-7 മുതലുള്ള വചനങ്ങൾ ഞാനിങ്ങനെ വായിച്ചു പോവുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറ്റിൻകരയിൽ വന്നിരുന്നു അല്ലേ? അപ്പോൾ ഏകദേശം 6 മണിക്കൂർ, അതായത് ഒരു 12 മണി, ഉച്ചയ്ക്ക് 12 മണി ആ റേഞ്ചൊക്കെയാണെന്നാണ് പറയുന്നത്. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ യഹൂദനായിരിക്കെ, കണ്ടോ, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? കണ്ടോ, അന്ന് ഈ അല്ലോ നമുക്കെല്ലാം അറിയാം ആ കാര്യങ്ങളെല്ലാം. യഹൂദരായിട്ടും സമരിയാക്കാരായിട്ടും സമ്പർക്കമൊന്നുമില്ലായിരുന്നു. എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത്. യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, എന്തു പറഞ്ഞു? ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഈശോനാ ഇവളെന്തെന്നാ വിളിച്ചത്? ആദ്യം ഈശോകളെ എന്താ വിളിക്കണേ? ഒന്ന് നോക്കിയോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെന്നാ വിളിച്ചത്? പറയ്. ആദ്യം എന്താണ് ഈശോനാ അവള് വിളിക്കണേ? എന്താ വിളിച്ചത്? നീ ഒരു യഹൂദനായിരിക്കെ. ഇനി അടുത്ത വേർഡ് നോക്കിക്കോട്ടോ. അപ്പൊ നീ എന്താണ് ഈശോനാ നീ ഒരു യഹൂദനായിരിക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ഈശോ പറയാണ്, നീ ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവള് പറയണേണ്, അവളെന്ത് പറഞ്ഞു? പ്രഭു. അപ്പോൾ വാക്ക് മാറണ കണ്ടോ? വേട് മാറണ കണ്ടോ? അവളിന് മനസ്സിലായോ? ഓരോ പടി ഈ സമരിയാക്കാരി എന്ന് പറഞ്ഞ സ്ത്രീയെ ഈശോ പഠിപ്പിക്കണേണോ? ആണോ അല്ലയോ? ആണോ? മനസ്സിലാവുണ്ടോ? എന്തിനാണ് ഈ നട്ടുച്ചക്ക് അവിടെ അവൻ വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കെ അവരിങ്ങാട് കയറിയേക്കണതാ? എന്തിനു വേണ്ടി? മനസ്സിലാവുണ്ടോ?
അതെന്തിനാണ് ഈ സമരിയാക്കാരുടെ കഥ ഇതിൽ എഴുതി വെച്ചേക്കണത്, എന്താണിത് അർത്ഥമാക്കണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിലോട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രഭോ കണ്ടോ, അവളുടെ ആ ഒരു ജ്ഞാനം വർദ്ധിക്കുകയാണ്, മനസ്സിലായോ? അവൾ ആ ഒരു സ്റ്റെപ്പ് മാറി. അവൾ പറയണം, പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് സമരിയാക്കാർ ഈശോനോട് ചോദിക്കുകയാണ്. പക്ഷെ അവൾ അറിയണുണ്ടോ, ഈ യാക്കോബിനെ സൃഷ്ടിച്ചവനാണ് ഇവിടെ ഇവളോട് സംസാരിച്ചു കൊണ്ടിരിക്കണതെന്ന് മനസ്സിലായോ? യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അപ്പോൾ ഈശോ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഈശോ അവൻ കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നതെന്ന് അവൾ പറയുമ്പോൾ യേശു അവളോട് മറുപടി പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോഴും ഇവർക്ക് മനസ്സിലാവണില്ല ഇവൻ എന്ത് ജലത്തെക്കുറിച്ചാണ്, ഇവൻ എന്ത് ജീവജലത്തെക്കുറിച്ചാണ് പറയണതെന്ന് സമരിയാക്കാരിക്ക് മനസ്സിലാവണുണ്ടോ? മനസ്സിലാവണില്ല. അപ്പം ഞാൻ എന്താണ് ഒരിക്കലും ദാഹിക്കുകയില്ല, മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക്, കണ്ടോ, നിത്യജീവനിലേക്ക്, അതായത് നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞിട്ടുള്ള, മനസ്സിലാവുണ്ടോ, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ഓടിച്ചു വായിച്ചു പോയല്ലേ? മനസ്സിലായോ? നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അവൾ അവനോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, വീണ്ടും അവളുടെ ആ ഒരു നിഗമനം, അവളുടെ കാഴ്ചപ്പാട്, സങ്കല്പം എല്ലാം മാറുകയാണ്. വീണ്ടും അവൾ പറയാണ്, പ്രഭോ ആ ജലം എനിക്ക് തരിക. അപ്പോഴും അവൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ ഇത് എന്ത് ജലത്തെക്കുറിച്ചാണ്. അവൾ ഈ ഫിസിക്കലി കിണറ്റിലെ വെള്ളത്തെക്കുറിച്ചാണ് ഈശോ പറയണതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് മനസ്സിലായിട്ടില്ല, ആ ജ്ഞാനം കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രഭോ ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ട എന്ന് പറയാം. അപ്പോൾ ഈശോ പറയാണ്, അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ പ്രാവശ്യം അല്ലല്ലോ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞെന്താണ്, ഈ സമയത്ത് ഇവിടെ ഭർത്താവിൻ്റെ കാര്യം എന്തിനാ പറയണേ? മനസ്സിലായോ? ഇത് തമ്മിൽ വല്ല സാമ്യമുണ്ടോ? ഇപ്പോൾ ഇത്രയും വന്ന ഈ ടോക്കും, ഈ 7 മുതൽ 15 വരെയുള്ള ടോക്കും 16-ാമത്തെ വചനത്തിലേക്ക് ഈശോ പറയാണ്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടാ. മനസ്സിലായോ? ഇവള് ദാഹജലം ചോദിക്കുന്നു, ഈശോ ജീവജലത്തെക്കുറിച്ച് പറയണു. എന്നിട്ട് ഈശോ പിന്നെ പറയണു 15-ാമത്തെ വചനത്തിൽ എന്ത് പറയണു? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാം. എന്തിനാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ കാര്യം പറയണേ? എന്താണിത് തമ്മിലുള്ള സാമ്യം? അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം എന്തൊരു ദുരൂഹതയില്ലേ ഇവിടെ? എന്താണ് ആ ദുരൂഹത? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആ വാക്ക്, നല്ല അർത്ഥത്തിലാണ് അതിനെ. മനസ്സിലായോ? വേറെ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു ആ സുവിശേഷ ഭാഗം നമ്മുടെ അടുത്ത്. അല്ലെങ്കിൽ ഈശോ അവളോട് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കണേ? അപ്പോൾ ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയണത്. മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? അത് ഒരുപാട് ഞാൻ മനസ്സിലാക്കി തരാൻ നിന്നാൽ നമ്മൾ അതിലേക്കായി പോകും. അത് നമ്മുടെ യൂട്യൂബിലൊക്കെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തേക്ക്. പഴയ ആൾക്കാരത് കേട്ടിട്ടുണ്ട്, പുതിയ ആൾക്കാർക്ക് അത് പിന്നീട് അത് കൂടുതൽ വ്യക്തത വരും അത് കാണുമ്പോൾ. അത് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹം, കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കേട്ട. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, എന്താണ്? ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതായത് നീ പലവിധ വിഗ്രഹാരാധനയിലായിരുന്നു, പല വിശ്വാസത്തിലായിരുന്നു. മനസ്സിലാവുണ്ടോ? പക്ഷേ എന്നാലോ ഇപ്പോഴുള്ളവനും എന്തല്ല, ഇപ്പോഴും നീ യഥാർത്ഥ വിശ്വാസത്തിലല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞു വരണതിൻ്റെ പോയിന്റ്? അത് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതാണ്. അതിന് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത് കൂടുതൽ മനസ്സിലാവും. അപ്പം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പം 6 പേരുണ്ട് ഇപ്പോൾ മൊത്തം. 6 പേരും, അതായത് ഇവളുടെ ആരാധന എന്തല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ, മനസ്സിലായോ? ജീവിക്കുന്ന ദൈവത്തെ അല്ല ഇവള് എന്ത് ചെയ്യണേ, ആരാധിക്കുന്നത് എന്നർത്ഥം. അപ്പം ആരാധനയുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായിട്ട് എവിടെയാണ്, ആരിലാണ് നീ വിശ്വസിക്കേണ്ടത്, ആരോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്?
മനസ്സിലായോ? ആരെയാണ് നീ ആരാധിക്കേണ്ടതെന്ന് ഈശോ പറയാണ് അവിടെ. അതിനു വേണ്ടിയാണ് ഈശോ ആ കിണറ്റിൻകരയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോൾ ഇപ്പോൾ വരെ നീ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ആരാധനയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭോ അങ്ങൊരു കണ്ടോ, വീണ്ടും പ്രഭോ. എന്നിട്ട് പറയാണ്, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടോ, വീണ്ടും അവളുടെ ഒരു പടി, വീണ്ടും കാഴ്ചപ്പാടും അവളുടെ സങ്കല്പവും ഒക്കെ മാറണം, നിഗമനം മാറണേ. എന്താണ് ഇപ്പൊ പറയണത്? പ്രഭോ നീ എന്നാണ് ആദ്യം വിളിച്ചു തുടങ്ങിയത്. ഇപ്പൊ എന്ത് ഇവിടെ എത്തിയപ്പോ, ഇപ്പൊ എവിടെ എത്തി? നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? അത് എവിടെ എത്തിയപ്പോ ആ വചനഭാഗം? നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. അതെങ്ങനെ ഇവക്ക് മനസ്സിലായി? കണ്ടോ, ജ്ഞാനം, വിസ്ഡം അവളിലേക്ക് ഒഴുക്കണത് കണ്ടോ ഈശോ? ഉച്ചക്ക് 12 മണിക്ക് വെയിലത്ത് വന്ന് നിന്നിട്ട്. ഇതാണ് ഫേസ് ടു ഫേസ് ദൈവത്തെ, ഇതാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വെക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ് ഈ സമരിയാക്കാരുടെ കിണറ്റിൻകരയും ഈ സുവിശേഷ ഭാഗത്തിൽ കൊണ്ടുവന്ന് എഴുതിയേക്കണത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണിതെന്ന് വിശ്വാസികളോട് പറയണതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയണം, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വന്നിട്ട് വീണ്ടും അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന. കണ്ടോ, ആ 5 ഭർത്താക്കന്മാരുടെ ആദ്യം ദാഹജലത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ടിരാൻ പറയുന്നു, പിന്നെ ആരാധനയെ കുറിച്ച് പറയുന്നു. കംപ്ലീറ്റ് പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞതല്ലേ? ഇതെങ്ങനെ മനസ്സിലാവണ്ടോ? ആരാധന നടത്തി, എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. അതായത് ഈശോനെ ചൂണ്ടിക്കാടി. യഹൂദര് പറഞ്ഞു ജെറുസലേമിലാണ് ആരാധന നടത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അവളതൊക്കെ പറഞ്ഞ് ആർഗ്യുമെൻ്റ് ചെയ്യാണ് ഈശോനെ. ജെറുസലേം നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. കണ്ടോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. കണ്ടോ, അപ്പം യേശു എത്രാമത്തെയാണ്? അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഫുട് നോട്ടിലോട്ടും നമ്മളിപ്പോൾ പോണില്ല, നമ്മൾക്ക് അത് അല്ല ഇപ്പം നമ്മുടെ ലക്ഷ്യം. മനസ്സിലാവുണ്ടോ? ഫുട് നോട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ക്ലാരിഫിക്കേഷനും അതിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഭർത്താക്കന്മാർ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയേ നിങ്ങൾ. അപ്പോൾ ഈശോ പറയാണ്, സ്ത്രീയെ എന്നിൽ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക. കണ്ടോ, നിന്റെ 5 ഭർത്താക്കന്മാർ അല്ലെങ്കിൽ 6 ഭർത്താക്കന്മാരെ അല്ല വിശ്വസിക്കേണ്ടത്, എന്നെ വിശ്വസിക്കുക. ആ 6 ഭർത്താക്കന്മാരും എന്ന് പറഞ്ഞാൽ അവള് മറ്റു വിഗ്രഹാരാധനകളിലായിരുന്നു, മറ്റു വിശ്വാസത്തിലായിരുന്നു, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു. അല്ലെ, മറ്റൊരു ജീവിക്കാത്ത ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അവൾ. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീ എന്നെ ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാകുന്നു. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും. അപ്പം അതിനൊക്കെ അതിൻ്റെ അടിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം പോകണ്ട, അവിടെ ഉണ്ട്. ആത്മാവ് എൻ്റെ ആത്മാവിലിരുന്നാണോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയാണോ ആരാധിക്കേണ്ടതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ട് ആരാധിക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പം മനസ്സിലാകും നമുക്ക്. മണിക്കൂർ വരും, ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. എന്നിട്ട് ഈശോ പറയാണ്, ദൈവം ആത്മാവാണ്. മനസ്സിലായി? ഇവിടെയാണ് അവളുടെ ജ്ഞാനത്തിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എത്തണമുണ്ട്. നോക്കി നിങ്ങൾ ആ സുശേഷ ഇനിയുള്ള വചനത്തിലേക്ക് നോക്കി. 25-ാമത്തെ വചനം എന്താ പറയണത്? ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന്. നിങ്ങളുടെ രോമമൊക്കെ പൊങ്ങണുണ്ടോ? എന്താ പറഞ്ഞു ഈശോ? അവളെന്താ പറഞ്ഞത്? സമരിയാക്കാരി എന്ത് പറഞ്ഞു? മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. ഇവക്ക് എങ്ങനെ മനസ്സിലായത്? ഇവൾക്ക് എങ്ങനെ മനസ്സിലായി? അത്ര നേരം ഇവളത് പറഞ്ഞില്ലല്ലോ. മനസ്സിലാവുണ്ടോ? ആ ജ്ഞാനം പഠിപ്പിക്കാനാണ് അവിടെ ഇരുത്തിയിട്ട് അവളെ മാത്രം ലക്ഷ്യം വെച്ച്. അതാണ് ഒരാളെ മാത്രം വെച്ചിട്ടുള്ള ഇത്. മനസ്സിലാവുണ്ടോ? എന്തോരം ദൗത്യമുണ്ട് കർത്താവിന്, യേശു മനുഷ്യാവതാരം എടുത്തതിലൂടെ. എന്നിട്ട് യേശു കിണറ്റിൻകരയിലേക്ക് വരുന്ന ഒരു സമരിയാക്കാരിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവളുടെ ആത്മാവിനെ മാത്രം
നേടണ ഒരു സീനാണ് ഇവിടെ കാണിക്കണേ. അവളായിരിക്കുന്ന ആരാധന തെറ്റാണ്. ജീവിക്കുന്ന എന്നിൽ, ദൈവമാകുന്ന എന്നിലാണ് നീ വിശ്വസിക്കേണ്ടത്. ഇതിനുള്ള ഇതിനു മുമ്പുണ്ടായ ആരാധനകളൊന്നും ആരാധന ആയിരുന്നില്ല എന്ന് അവളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് അവൾ പറയണത് മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈശോ അതിലും വലിയ വെടിക്കെട്ട് പൊട്ടിക്കുകയാണ്. എന്താണ്? അപ്പോൾ അവൾ പറയണം അവൻ വരുമ്പോൾ, അവൾ വീണ്ടും പറയണം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുമെന്ന്. ഈ സമരിയാക്കാർക്ക് ഇതെങ്ങനെ അറിയാം? അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുമെന്നൊക്കെ. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അപ്പോഴാണ് ഈശോ പറയാണ് 26-ാമത്തെ വചനത്തിൽ, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. കണ്ടോ? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. കണ്ടോ? ഒരാളുടെ വ്യക്തിപരമായ ഒരാൾ എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, മനസ്സിലാവുണ്ടോ? ആരിൽ വിശ്വസിക്കണം എന്നൊക്കെ ഈശോ കിണറ്റിൻകരയിൽ വന്നിട്ട് ഒരു സാധു സ്ത്രീയെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ആ കൂട്ടമായിട്ടിരുത്തി പഠിപ്പിച്ചാൽ പോരെ? മനസ്സിലായോ? ഒരാത്മാവിൻ്റെ വില, ഒരാത്മാവിന് വേണ്ടി പോകുന്നൊരു സിറ്റുവേഷൻ നോക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈശോ പറയാണ്, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പൊ ഇവളെന്ത് പറഞ്ഞു? മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. ആ ആള് തന്നെയാണ് ഞാൻ. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ വായിക്കുന്നില്ല. ബാക്കി നിങ്ങൾക്കറിയാലോ. അവളൊരു സുവിശേഷ പ്രഘോഷകയായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പം ഞാനിത് ശരിക്ക് എന്താണ്, ഈ സമയം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ. നമുക്ക് സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ അതിനെ പറയാനുണ്ട്. അപ്പം തൽക്കാലം ഇപ്പം അതവിടെ. അപ്പം ഇനി നമ്മൾ വീണ്ടും വരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2560. അതൊന്നും എടുത്തേ നിങ്ങൾ. 2560 എടുത്ത് അവിടെ മറ്റൊരു ഈ കാര്യം തന്നെയാണ്, പക്ഷേ മറ്റൊരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മറ്റൊരു ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരിത് ഈ സുവിശേഷ ഭാഗം തന്നെ CCC 2560 കേട്ടോ. ഞാനത് വായിക്കാൻ പോണേ. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. മനസ്സിലായോ? എന്താണ് കിണറ്റിൻകരയും സമരിയാക്കാരിയും ഒക്കെ എന്തിനോട് സാമ്യപ്പെടുത്തും? എന്തിനോട് സാദൃശ്യപ്പെടുത്തുകയാണ് ഇവിടെ? എന്തിനോട് സാദൃശ്യപ്പെടുത്തും? അല്ലേ? എന്താണ്? ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ്. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം. കണ്ടോ? അത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സഭയുടെ പ്രബോധനം. യേശു അവളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു, ആരാധിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു, ആരിലാണ് വിശ്വസിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ? എന്നിട്ട് പറയാണ്, അപ്പം ഈ കിണർ എവിടെയാണ്? എന്തെന്നാണ് ഈ കിണർ? കിണർ എവിടെയാണെന്നല്ല, കിണർ നമ്മളെ സംബന്ധിച്ച് ഈ കിണർ എന്താ? നമ്മളെ സംബന്ധിച്ച് ഈ കിണർ നമ്മുടെ ആത്മാവാണ്. മനസ്സിലാവുണ്ടോ? അവൻ എവിടെയാണ് തേടി വരണേ? നിൽക്കി, വെയിറ്റ് നിൽക്കി. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിയാം. അപ്പം കിണർ നമ്മുടെ ആത്മാവാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് അത്ര ക്ലിയർ ആയിട്ടില്ലായിരിക്കാം. അപ്പം അതിലോട്ട് വരും. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നു. കാരണം അത്ര മറയ്ക്കപ്പെട്ടിരുന്ന ആ കാര്യം അത് അല്ലേ മറ നീക്കി പുറത്തു വരികയാണ്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു, കണ്ടോ? അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. നമ്മളെ സംബന്ധിച്ച് ഈശോ നമ്മുടെ അടുത്ത് വന്നു ചേരുന്നത് എവിടെയാണ്? കുർബാനയിലൂടെ വരുന്നുണ്ട് ഇല്ലേ? ഓരോ കുദാശകളിലൂടെ ഈശോ വരാറുണ്ട്. പക്ഷെ നിരന്തരം ഈശോ വരണുണ്ട്. അതെവിടെയാണ്? മനസ്സിലാവുണ്ടോ? നമ്മുടെ ആത്മാവിൽ വെയിറ്റ് ചെയ്യാണ് അവൻ. അവൻ ആത്മാവായിക്കൊണ്ട് നമ്മുടെ ആത്മാവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമ്മുടെ ഉള്ളിൽ നിന്ന്
ഉത്ഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലേ, ക്രിസ്തു അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ വന്നു ചേരുന്നു. അവിടുന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് ദാഹജലം ആവശ്യപ്പെടുന്നത്. കണ്ടോ, ആരാണ് വന്നത്? എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞിട്ട് സമരിയാക്കാരിയാണോ ആദ്യം വന്നേ? ആരാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നത്? യേശു ആദ്യം വരികയാണ്. എന്തെന്ന്? എനിക്ക് ദാഹിക്കുന്നു. കണ്ടോ കണ്ടോ അവിടെ നിന്നാണ് ആദ്യം തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നു. യേശുവിന് ദാഹിക്കുന്നു. എന്നിട്ട് പറയാണ്, നമ്മെ പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ, കണ്ടോ ശ്രദ്ധിക്കണേ, നമ്മെ പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധത, അതായത് ആഴത്തിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. എന്നിട്ട് പറയുന്നതാണ്, നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. എന്താണ്? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമം. കണ്ടോ, ഒരു സൗത്താപൂസ കൂട്ടായ്മ ആണ് എന്ത്? പ്രാർത്ഥന. കണ്ടോ, എന്നിട്ട് പറയാണ്, നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. മനസ്സിലാവുണ്ടോ? ആരാണ് പ്രാർത്ഥിക്കണത്? ഇപ്പം ഇവിടെ ആരാ ദാഹിച്ചത് ആദ്യം? നമുക്കൊരു ചിന്താധാര ഉണ്ട്, നമ്മളാണ് പ്രാർത്ഥിക്കണമെന്ന്, അല്ലേ? അത് ടോട്ടലി എന്താണ്? അടിസ്ഥാന രഹിതമാണ്. മനസ്സിലാവുണ്ടോ? എന്താണ്? നമ്മളല്ല ആദ്യം പ്രാർത്ഥിക്കണത്. ആരാണ് ആദ്യം കിണറ്റിൻകരയിലേക്ക് വന്നേ? ആ കിണറ്റിൻകരയിലേക്ക് ആരാണ് ആദ്യം വന്നത്? യേശുവാണ് നമ്മെ തേടി വന്നത്. മനസ്സിലായോ? നമ്മളല്ല. ആ ദാഹം അവൻ നമ്മളിലേക്ക് ഒഴുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് ഒഴുകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത്. അപ്പം ആദ്യം വരുന്നത് അവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാട് മാറണമുണ്ടോ? നമ്മളെന്തോ വലിയ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക, എന്താ മുട്ടുകുത്തി മെറ്റിൽ കല്ലിൽ പ്രാർത്ഥിച്ചോ വേണ്ടെന്നൊന്നുമല്ല, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളതിൻ്റെ അർത്ഥവും മൂല്യവും അറിയാതെ നമ്മളല്ല ത്യാഗം എടുക്കണത്. കർത്താവ് ഓൾറെഡി ത്യാഗം ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി നമ്മളത് സ്വീകരിച്ചാൽ മതി. നമ്മൾ സ്വീകരിക്കൂല, നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അത് മനസ്സിലാവണ്ടോ? ഞാൻ എൻ്റെ കാര്യമുണ്ടോ പറയണേ, നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്നിട്ട് വലിയ ത്യാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ മലയൊക്കെ ചവിട്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും, ഫാസ്റ്റിങ്. അപ്പോൾ ചോദിക്കും, കണ്ണനെതിരെ ഞാൻ 41 ദിവസം ഒരു ഭക്ഷണവും കഴിക്കാതെ 5 പ്രാവശ്യം ഉപവസിച്ചിട്ടുള്ള ആളാണ്. ഞാൻ മാത്രമല്ല, തോമസ് പോളിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന എല്ലാവരും. അത് ആദ്യം അദ്ദേഹം തന്നെയാണ് അത് ചെയ്തത്, എന്നിട്ടങ്ങനെ മറ്റുള്ളവർ ചെയ്യാം. അപ്പോൾ കഞ്ഞിവെള്ളം പോലും കുടിക്കില്ല, സ്നാക്സ് കഴിക്കില്ല. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചായയും വെള്ളവും മാത്രം കുടിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് പറ്റുമോ? ഡോക്ടർമാർ തെറി പറഞ്ഞിട്ടുണ്ട് തോമസ് പോളിനേക്ക്. നിങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. യേശു ഉപവസിച്ചോ ഇല്ലയോ? അപ്പം അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടത്തിൽ ആ ടീമിലുണ്ടായിരുന്ന എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ ഉപവാസത്തെ നേരിട്ടപ്പോൾ ഞാൻ മാമോദിസ പോലും സ്വീകരിക്കാതെ 41 ദിവസം അല്ലെങ്കിൽ 40 ദിവസം എൻ്റെ ഫാസ്റ്റിങ് ഡിക്ലെയർ ചെയ്യുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഭയങ്കര വെല്ലുവിളിയായിരുന്നത്. കാരണം എല്ലാവരും വിശുദ്ധ കുർബാന എന്ന ജീവൻ്റെ അപ്പമുണ്ട്. എനിക്ക് ആ കൂതാശയില്ല, കാരണം ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ എന്നോട് കർത്താവ് പറയാണ്, ഞാൻ ആരാധനയിലിരുന്നപ്പോൾ നീ ഉപവസിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണിത്, ശബ്ദം കേൾക്കാം. നീ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മ ഈ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കേട്ടു, ആ തരത്തിലല്ല കേട്ടോ. പുറത്തുനിന്നല്ല ശബ്ദം, ഉള്ളിൽ നിന്നാണ്. ഒക്കെ നമുക്ക് അതിലോട്ട് വരാം, പിന്നീട് വരാം. എങ്ങനെയാണ് ശബ്ദം, ഈശോ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെന്നുള്ളത്. അപ്പോൾ എന്നോട് പറയാണ് നീ ഉപവസിക്കുക. അപ്പം ഞാൻ നോക്കിയത്, അപ്പോൾ വേറെ 2 പേര് ഇരിപ്പുണ്ട് ഉപവസിക്കാനാണ്. അപ്പോൾ എനിക്കിത് കേൾവി ഉള്ളൂ. ഇപ്പോൾ ഇവരിങ്ങനെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെന്നുള്ളത്. ഞാൻ പോയിട്ടാകെ 3 മാസം ആയിട്ടില്ല തോമസ് പോളിൻ്റെ അടുത്ത്. ആ കാലം 2000 ഇപ്പം എത്ര വർഷമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. അന്ന് എനിക്ക് 20 വയസ്സ് ഉള്ളൂ. മനസ്സിലായോ? അപ്പം ആ സമയത്ത് ഞാനൊരു ഹൈന്ദവ വൈശ്യബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എൻ്റെ അറിവിലുള്ള? മാമോദിസ സ്വീകരിച്ചിട്ടില്ല.
മധ്യപ്രദേശിലായിരിക്കുമ്പോൾ ഒരു ആരാധന ചാപ്പൽ അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ പറയാണ്, നീ ഉപവസിക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ ഞാൻ തോമസ് പോളിനോട് പറഞ്ഞു, ഞാൻ ഉപവസിക്കണം, എനിക്ക് ഉപവസിക്കാനാണ് തോന്നണേന്ന് പറഞ്ഞു. യെസ്, ഡു ഇറ്റ്, നീ ഉപവസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 40 ദിവസം ഉപവസിച്ച്. പക്ഷെ എനിക്ക് ഉറക്കവുമില്ലായിരുന്നു. ചില സമയത്ത് നല്ല വിശപ്പൊക്കെ വരും കേട്ടോ. പക്ഷേ ഈശോ എന്നോട് പറഞ്ഞത്, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ ചെയ്യണത് കട്ടിലിനെ ആശ്രയിക്കലാണ്. കട്ടിൽ ശരിയാണോ ഇല്ലയോ? അതിങ്ങനത്തെ ഫാസ്റ്റിംഗ് കേട്ടോ. രാവിലെ കഴിക്കാണ്ടിരുന്നിട്ട് രാത്രി കഴിക്കണ പരിപാടിയല്ല ഇത്. ഇത് കളി മാറും. പേടിപ്പിക്കണമല്ല, അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ കളി മാറും. മനസ്സിലായി? അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണം. അപ്പോൾ കട്ടിൽ പോയി കിടന്നു. ഞാൻ പോയി കിടന്നപ്പോൾ ഈശോ പറയാണ്, നീ കട്ടിലല്ല പോയി കിടക്കേണ്ടത്, നീ എൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ. അപ്പോൾ ഞാൻ രാവും പകലും ഞാൻ എന്ത് ചെയ്യും, 1 മണിക്കൂറോ 1.5 മണിക്കൂർ, കൂടിപ്പോയ 2 മണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ആ ആരാധന ചാപ്പലിൽ തന്നെ ഞാൻ സാഷ്ടാംഗം വീണ് കിടക്കും ഏറ്റവും കൂടുതൽ തളർച്ച വരുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ വിഷയമല്ല. ഇപ്പം ഞാനെന്തിനും ഇത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്, അതിലോട്ട് ഇനി പറഞ്ഞ് ഒരുപാട് പറഞ്ഞു അതാകും ഇനി കാര്യങ്ങൾ. അപ്പോൾ എന്താണ് നമ്മുടെ ദാഹവും, അല്ലേ, നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. അതായത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. ആദ്യം ദൈവമാണ് ആദ്യം പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നു? ഇനി 2616 ഖണ്ഡിക ഒന്ന് എടുത്തേ. ഇപ്പം ഈ ദൈവം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം, അതിനൊന്നും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണ്ടേ? അപ്പം അതിന് 2616 ഒന്ന് എടുത്തേ. അവിടെ വേറൊരു കാര്യം നമ്മളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2616 ഖണ്ഡിക അല്ലേ? ആ ഖണ്ഡിക മുഴുവനും ഞാൻ വായിക്കണില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ ചെറിയ അക്ഷരത്തിൽ, ഒരു കുഞ്ഞു അക്ഷരത്തിൽ ഒരു ചെറിയ പോർഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആര് പറഞ്ഞ ഉദ്ധരണിയാണെന്നൊക്കെ ഉള്ളത് നമുക്കത് പിന്നീട് നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ അതൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിക്കണം കേട്ടോ. 2616 ആ കുഞ്ഞ് ഖണ്ഡിക, ആ കുഞ്ഞ് ഖണ്ഡിക 2016 616. പക്ഷെ അതിൻ്റെ ചേർന്നുള്ള ബാക്കി ഭാഗം ഒരു ചെറിയ അക്ഷരത്തിൽ, കുഞ്ഞക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ ബാക്കി ഭാഗം ഞാൻ വായിക്കണം. വിശുദ്ധ അഗസ്തീനോസ്, അതായത് സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് പറയാണ്, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പിതാവ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങൾ വിദഗ്ധമായി സംഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ പുരോഹിതനായ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. കാരണം അവൻ ശിരസ്സും നമ്മളാരാണെന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. അവൻ ശിരസ്സാണെങ്കിൽ നമ്മൾ ആരാണെന്ന് പറഞ്ഞു? നമ്മൾ അവയവങ്ങളാണെന്നും പറഞ്ഞു, അല്ലേ? ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? പുരോഹിതനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിരസ്സായി നിന്നുകൊണ്ട് നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. അങ്ങനെ ഈ 3 മാനങ്ങളെ വിശുദ്ധ അഗസ്തീനോസ്, അല്ലേ, അഗസ്തീനോസ് സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് ഈ 3 മാനങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥന, അല്ലേ? എന്നിട്ട് ഈശോ നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? അവനാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയാണ്, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഒരു സമയം തന്നെ 3, ഒരു അല്ലേ, എന്താണ് ത്രിവിധമാനം, അല്ലേ? അങ്ങനത്തെ രീതിയിൽ വേണം അതിനെ കാണാൻ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്, അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു ഇംഗ്ലീഷിൽ. ഞാനത് പറയണില്ല. പക്ഷേ ഇത് മനസ്സിലായോ? എന്തെന്നാണ്? നമ്മുടെ പുരോഹിതനായ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ശബ്ദവും
നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റു പറയാം. കണ്ടോ, ഇപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയോ? കിണറ്റിൻകരയാകുന്ന നമ്മുടെ ആത്മാവിലെ ആരാണ് ആദ്യം വരുന്നത്? എന്താ മനസ്സിലായോ? ആ കിണറ്റിൻകരയാകുന്ന നമ്മുടെ ആത്മാവിൽ എല്ലാ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ അതിരാവിലെ ഇല്ലേ, ഒരു വചനത്തിൽ പറയണം, അവൻ അതിരാവിലെ പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലേ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? ഞാനിപ്പോൾ ആ വചനമൊന്നും എടുക്കുന്നില്ല, മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ഉണ്ട്. എന്തെന്ന് പറഞ്ഞു? അവൻ അതിരാവിലെ പോയി അവിടെ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ അതിരാവിലെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? മനസ്സിലായോ? ആ സമയത്ത് ഒരു ഉടമ്പടി ബന്ധം നമ്മൾ ആ സമയത്ത് തന്നെ എടുക്കണം. ഇത് കൂട്ടിയിട്ട ചിലപ്പോൾ റെക്കോർഡിങ്ങിൽ ഞാനും ശരിക്കും വേർക്കണുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ജ്യോതി ഇതൊന്ന് ഓഫ് ചെയ്തൊന്ന്